Hello, hi. My dear friends. എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ലവ് യു, ലവ് യു. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പുതുവർഷത്തിൽ പുതുമകളുമായി പ്രതീക്ഷകളുമായി ഞാനടക്കം നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. എന്താണ് പുതുമകൾ എന്ന് നമുക്കറിയില്ല, മുമ്പോട്ട് പോകുമ്പോൾ അറിയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ പുതുമ ജനുവരിയിൽ ഞാൻ ജയിലിൽ പോയതായിരുന്നു. അപ്പോ ജയിലിൽ പോയി വന്നപ്പോ പലരും ചോദിച്ചു, കോച്ച് വിഷമായോ, ഇതൊക്കെ അവിടെ കക്കൂസയില് കാര്യങ്ങൾ നടക്കുമോ, കുളിക്കാൻ പറ്റുമോ, കിടക്കാൻ പറ്റുമോ? എനിക്ക് എല്ലാം ഭംഗിയായിട്ട് നടന്നിരുന്നു. അതിന് കാരണം നമുക്കൊരു അറിവാണ്. അതായത് ഞാൻ പല ധ്യാന കേന്ദ്രങ്ങൾ, പല സർവീസിലൊക്കെ പോകാറുണ്ട്. അവിടെ 1-2 ആഴ്ച പോയി ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം വിളമ്പി അവിടെ സർവീസ് ചെയ്യുന്നവരുടെ കൂടെ പേസിയും കോപ്പൊന്നുമില്ലാതെ നിലത്ത് കിടന്നുറങ്ങിയിട്ടുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് ബോച്ചെ 5 സ്റ്റാറിലും ജീവിക്കും, ലോക്കലായിട്ടും ജീവിക്കും. മെത്തയിൽ മാത്രമല്ല, നിലത്തും കിടക്കും. അതിന്റെ ശീലമുണ്ട്. അതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നെ സംബന്ധിച്ച്. പിന്നെ വേറെ ഒരു ഗുണമുണ്ടായത്, ഞാൻ അവിടെ പോകണമെന്നൊരു നിയോഗം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്നപ്പോ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ നമുക്ക്. അപ്പൊ അവര് ഒരാളുടെ സംഭവം നോക്കിയപ്പോ 70 രൂപ ചായയും വടയും കഴിച്ചിട്ട് കയ്യിൽ കാശില്ലാതെ വിശന്ന് അവശനായ അവസ്ഥയിൽ കൊടുക്കാതെ പോയപ്പോ അതിന്റെ മുതലാളി പിടിച്ചിടിച്ചു, കേസായി അകത്ത് എടുക്കാം. അപ്പോ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ട് ജയിലിൽ ഒരുപാട് പേരുണ്ട്. വക്കീലിന് കാശ് കൊടുക്കാൻ 5000-10000 ഇല്ലാത്തതിന്റെ പേരിലോടൊക്കെ എടുക്കുകയാണ്. അപ്പോ ചാരിറ്റി പല മേഖലകളും ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ ചാരിറ്റി ചെയ്യാൻ ഒരു അവസരം കിട്ടി. അതൊരു യോഗമായിരുന്നു, ഒരു നിയോഗമായിരുന്നു. അങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോ 27 പേര് ജാമ്യത്തിൽ ഇറക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഈ സൈഡിൽ ഭയങ്കര ആവേശമാണല്ലോ. ജയിലിൽ പോയവരാണോ? അപ്പോ കോച്ച് ഫ്രണ്ട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ഇതുപോലെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കൂടെ കടക്കാൻ സാധിച്ചു. പിന്നെ ഈ ജയിലിന്റെ കഥ പറയാമെന്നല്ല ഞാൻ പറഞ്ഞപ്പോ പുതുവത്സരത്തില് ഓരോരോ സംഭവം ഈ വയനാട്ടിൽ വെച്ചാണ് ഈ അറസ്റ്റ് ഉണ്ടായത് എന്നെ സംബന്ധിച്ച്. അപ്പോ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം, എല്ലാവരും ഹാപ്പി ന്യൂ ഇയറില് ഹാപ്പി ആയിട്ടിരിക്കണം. ഹാപ്പി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെയാ ഹാപ്പി ആവുക? ഇതോ അതെന്ത് അതൊക്കെ അത് കുറച്ച് പാനീയം അതൊക്കെ മേലെ. അപ്പോ എനിക്ക് തരാനുള്ള മെസ്സേജ് സിമ്പിളാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്ക് സന്തോഷം വേണമെങ്കിൽ നമുക്ക് ശരിയായ അറിവിലൂടെ മാത്രമാണ് സന്തോഷം ലഭിക്കുക. എന്താണ് അറിവ്? എന്താണ് ജീവിതം? വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ സുഖദുഃഖങ്ങൾ അടങ്ങിയതാണ് ജീവിതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ചാല്, എന്തുകൊണ്ട് എന്റെ ഫാദർ വളരെ മാതൃകാപരമായിട്ട് സിമ്പിളായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം 10-70 വയസ്സില് വളരെ സൂക്ഷിച്ച് നടന്നിട്ടും വണ്ടി ഇടിച്ചു, കാല് ഒടിഞ്ഞു, തല പൊട്ടി, ബ്രെയിൻ ഓപ്പറേഷൻ ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കൊക്കെ വിഷമം തോന്നി. അത് കഴിഞ്ഞ് അതൊക്കെ അതിജീവിച്ചു വന്നപ്പോ ക്യാൻസറായി. അങ്ങനെ 83 വയസ്സിലും മരിച്ചു. അപ്പൊ എനിക്കൊക്കെ ഭയങ്കര വിഷമമായപ്പോ എന്റെ അപ്പം പറഞ്ഞു, മോനെ പേടിക്കണ്ട, ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖമാണ്. നമുക്ക് ആർക്കും വണ്ടി ഇടിക്കണമെന്ന് ആഗ്രഹമില്ല, പട്ടിണി കിടക്കണമെന്ന് ആഗ്രഹമില്ല, സമ്പത്തുണ്ടാവണം, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടക്കണം, അല്ലെ? ആർക്കെങ്കിലും ദുഃഖം